SSLC ഹയർ സെക്കൻഡറി ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. പരീക്ഷയുടെ തലേ ദിവസം MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലെ ഓൺലൈൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസത്തെ പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിക്കുന്നു എന്ന പേരിലാണ് വീഡിയോ. 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യങ്ങളാണ് ചോർന്നത്. ചോദ്യങ്ങളെ നമ്പർ പോലും മാറിയിട്ടില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. പ്രതികരണം കാണാം ആദ്യം. ഇന്നലെ നടന്ന +1 ഗണിത മാത്സ് എക്സാമില് ഏതാണ്ട് മിക്കവാറും ചോദ്യങ്ങൾ ഒരു ഡിജിറ്റ് പോലും മാറ്റമില്ലാതെ തന്നെ യൂട്യൂബ് ചാനലിൽ, ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, യൂട്യൂബ് ചാനലിൽ അതേപടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലക്ക് എനിക്കുള്ളൊരു ആശങ്ക, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ ചോർത്തുന്നതിന്റെ പിന്നിൽ ഒരു ലോബി ഉണ്ട് എന്നാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുള്ള സംശയം. അതിനെ ബലപ്പെടുന്ന തരത്തിലാണ് അതിലെ മിക്കവാറും ചോദ്യങ്ങൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ അതേപടി അതിൽ തലേ ദിവസം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സബ്ജക്ട് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. എങ്ങനെയാണ് ചോർത്തുന്നത് എനിക്കിപ്പോഴും അറിയില്ല. ഇനി ഏതെങ്കിലും സ്കൂളിൽ നിന്നാണോ അല്ല, നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആവുന്നില്ലല്ലോ. ഇത് വിശ്വസിച്ച് കുട്ടികൾ ഇതിന്റെ മാർച്ചിലത്തെ പൊതുപരീക്ഷക്ക് ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ചാനലിൽ വരുന്നെന്ന് വിശ്വസിക്കുകയും അതേസമയം പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇവർക്ക് ചോർത്താൻ പറ്റി എന്ന് വരണമെന്നില്ലല്ലോ. അപ്പോൾ അത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ക്രിസ്മസ് പരീക്ഷ ഇവിടെ +1 മാത്തമാറ്റിക്സിന്റെ ചോദ്യപേപ്പർ ഒരു ദിവസം മുമ്പേ പ്രവചനം എന്ന പേരിൽ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ കാണിക്കുകയുണ്ടായി. കുട്ടികൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴെല്ലാ സബ്ജക്റ്റിനും. ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ആളും ഈ പറയുന്ന MS ചാനലും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്കൂളുകളിൽ അത്ര സുരക്ഷിതത്വം ഇല്ലാത്തിടത്ത് നിന്ന് ഇവരുമായി ബന്ധമുള്ള ഏതെങ്കിലും അധ്യാപകൻ ക്വസ്റ്റ്യൻ ചോർത്തി കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഇത് മറ്റു വിഷയങ്ങളിൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതിലെ ഏറ്റവും വലിയ അപകടം, ഈ പരീക്ഷയിൽ ഇവർ പറഞ്ഞ ചോദ്യങ്ങൾ അത്രയും ചോദിച്ചപ്പോൾ ഇവർ ഇതേ തന്ത്രവുമായി പബ്ലിക് പരീക്ഷയ്ക്കും കുട്ടികളുടെ മുന്നിൽ വരും. ഒന്നും പഠിക്കാതെ തന്നെ ഇവരെയും കാത്ത് കുട്ടികളിരിക്കും. അപ്പം ഇത് തീർച്ചയായും തടയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുനിഷ എല്ലൂരുണ്ട്. സുനിഷ, ഇതിപ്പോൾ ക്രിസ്മസ് പരീക്ഷയാണ് എന്നത് അതിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല. കാരണം പൊതുപരീക്ഷയിലും ഈ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നേക്കാം എന്നുള്ള ആശങ്ക അധ്യാപകർ തന്നെ പങ്കിടുകയാണ്. ഈ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ ഈ ചോദ്യ നമ്പർ പോലും മാറിയിട്ടില്ല എന്ന അത്ഭുതകരമായ കാര്യമാണ് അധ്യാപകർ പറയുന്നത്. എന്താണ് ഈ ഓൺലൈൻ ചാനലിന്റെ വിശദീകരണം? അങ്ങനെ ഒരു പ്രതികരണം നമുക്ക് ഇതിനകം കിട്ടിയിട്ടുണ്ടോ സുനിഷ? സ്മൃതി, നിലവിലേതായാലും അവരുടെ പ്രതികരണത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ വിളിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പറയാനുള്ളത്, കഴിഞ്ഞ ദിവസമാണ് ഈ ക്രിസ്മസ് പരീക്ഷ ആരംഭിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ MS സൊല്യൂഷൻ നേരത്തെ തന്നെയുള്ള ഒരു ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. ഒപ്പം തന്നെ ട്യൂഷൻ സെന്ററായി അവർ കൊടുവള്ളിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവരാണ് ഇത്തരത്തിൽ പ്രഡിക്ഷൻ എന്ന പേരിൽ തലേ ദിവസം ഈ നാളെ നടക്കാനുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകുന്നത് എന്നതാണ് ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. SSLC ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താണോ SSLCയുടെ ഇംഗ്ലീഷ് എക്സാമിന്റെ ചോദ്യപേപ്പറായി വന്നത്, അത് തന്നെയാണ് തലേ ദിവസം ഇവർ പ്രഡിക്ഷനായി പറഞ്ഞത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്നത് പോലെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനുണ്ട്, നോട്ടീസ് തയ്യാറാക്കാനുണ്ട്, അത്തരത്തിൽ അപ്രീസിയേഷൻ എഴുതാനുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. അത് എന്തിനെ കുറിച്ചായിരിക്കും, അത് ആരെക്കുറിച്ചായിരിക്കും, ആരെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച്, എന്തിലാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്, ഏതിലാണ് അപ്രീസിയേഷൻ തയ്യാറാക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ചാപ്റ്റർ വൈസ് തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ്. അതേ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമാണ് എല്ലാ ചോദ്യങ്ങളും, അതായത് പാഠപുസ്തകത്തിൽ വന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായി പ്രഡിക്ഷൻ എന്ന പേരിൽ MS സൊല്യൂഷന്റെ ഈ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇവർ പറയുന്നത് തന്നെ എഴുതി വെച്ചോളൂ, ഇത് കൃത്യമായി നാളെ നിങ്ങൾക്ക് പരീക്ഷയിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ചോദ്യപേപ്പർ അനാലിസിസ് നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ യൂട്യൂബ് ചാനൽ കണ്ടിരിക്കുന്നു, അതിന്റെ ഒരു കണക്ക് കൂടി വേണമല്ലോ.
സ്മൃതി, 10,000-ലധികം പേർ ഈ ചാനൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 1.24 മില്യൺ ആളുകളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നത് ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വീഡിയോ 10,000-ലധികം പേർ കണ്ടിട്ടുണ്ട് എന്നതാണ്. അതിന്റെ കമന്റ് ബോക്സുകൾ അടക്കം നോക്കിയാൽ കാണാം കുട്ടികൾ ഈ പ്രഡിക്ഷൻ, ഈ MS സൊല്യൂഷൻ എന്ന ഈ പ്രഡിക്ഷൻ ചാനലിനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വന്ന ചോദ്യങ്ങൾ വരാറുണ്ട് എന്നടക്കമുള്ള, അതുപോലെ ചോദ്യങ്ങൾ വരുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെയുമുള്ള, നാളത്തേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ കുറിപ്പുകളടക്കം കമന്റുകളായി ഇതിന് താഴെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ശരി, വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ഈ യൂട്യൂബ് ചാനലിന് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടി, അതിലേതെങ്കിലും അധ്യാപകർക്കോ സ്കൂൾ അധികൃതർക്കോ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. പൊതുപരീക്ഷയെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ആശങ്കയാണ് അധ്യാപകർ തന്നെ പങ്കുവയ്ക്കുന്നത്. സുനിഷ അയിലൂരാണ് വിവരങ്ങൾ നൽകിയത്.